إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് ജനിക്കാനും ഇവിടെ ജീവിക്കാനും സാധിക്കുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതം വെറും കളിതമാശകളല്ല എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കെല്ലാം അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത്. ഈ ആകാശവും ഈ ഭൂമിയും ഒന്നും നാം വെറുതെ സൃഷ്ടിച്ചതല്ല, കളിതമാശയ്ക്ക് വേണ്ടിയല്ല എന്ന് ഖുർആൻ ഇടയ്ക്കിടെ ഉണർത്തുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ജീവിതം അത് അർത്ഥവത്താകണം, പ്രതിഫലാർഹമാകണം, നാളെ മീസാനിലേക്കുള്ള മൂലധനമായി നമ്മുടെ ഓരോ നിമിഷങ്ങളും മാറണം. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഒരു സ്വിച്ചിട്ടാൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു വാഷിംഗ് മെഷീനായാലും മിക്സി ആയാലും കറങ്ങുന്ന ഒരു ഫാനായാലും എല്ലാം ഒരു സ്വിച്ചിട്ടാൽ അത് ഓണാകുന്നു, അത് ഓഫാക്കുമ്പോൾ അത് ഓഫാകുന്നു. അപ്പൊ യാന്ത്രികമായ ഒരു പ്രവർത്തനം അവിടെ നടക്കുകയാണ്. ഇങ്ങനെ ആവരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയാൽ അവസാനം സലാം വീട്ടുമ്പോൾ അതിനിടയിൽ നമ്മൾ നമസ്കരിച്ചത്, നമ്മൾ റുക്കൂ ചെയ്തത്, നമ്മൾ സുജൂദ് ചെയ്തത്, അതിനിടയിൽ നാം ചൊല്ലിയ പ്രാർത്ഥനകൾ, ഇത് മനസ്സറിയാതെ പോകരുത്. മറിച്ച് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അറിഞ്ഞുകൊണ്ടാവണം. അതെന്താണ്, അതെന്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാവണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാം അധ്യായം 115-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി ഈ ലോകത്തെ ഉത്കൃഷ്ട സൃഷ്ടിയായി പടക്കപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അഫഹസിബത്തും
അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുവോ നിങ്ങളെ നാം വൃഥാ സൃഷ്ടിച്ചതാണ് എന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയുമില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് എത്തണം. നമ്മളെ ഒന്നും അല്ലാഹു വെറുതെ സൃഷ്ടിച്ചതല്ല. മനുഷ്യനെന്നല്ല ലോകത്തുള്ള ഒരു പടപ്പിനെയും, ജീവനുള്ളതിനെ ജീവനില്ലാത്തതിനെ, നമ്മളൊക്കെ എങ്ങനെ വിചാരിക്കുക, ഈ ഒരു ചെടി മനുഷ്യർക്കാർക്കും അല്ലെങ്കിൽ ആർക്കും ഉപകാരപ്പെടാത്ത ഈ ഒരു കാട് അല്ലെങ്കിൽ ഈ ഒരു സസ്യം എന്തിനാണിത്, അല്ലെങ്കിൽ ഈ ഒരു മൃഗം അല്ലെങ്കിൽ ഈ ഒരു ജീവി, അങ്ങനെ ഓരോന്നിനെ പറ്റിയും ഇതിനൊക്കെ എന്തിനാണ് പടച്ചുവിട്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഓരോന്നിനും അതിൻ്റെതായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും ഹിക്മത്തുകളും ഉണ്ട്. അതിലേറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്, അഫഹസിബതും, നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ സൃഷ്ടിപ്പുകൾ നടന്നിട്ടുള്ളത് വെറുതെയാണ് എന്ന്? കൃത്യമായ ലക്ഷ്യവും പ്ലാനും അള്ളാഹുവിന് അതിന്റെ പിന്നിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് നിമിഷവും ഏത് സമയവും, നമുക്ക് പറയാറില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവസാന ബെല്ല്, കോളേജിൽ പഠിക്കുമ്പോൾ അവസാന ബെല്ല് എന്ന് പറയാറുണ്ട്. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലെ അവസാന ബെൽ മുഴങ്ങാമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ പലതും പ്ലാൻ ചെയ്തു വെച്ചു, പലതും ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ നിന്റെ ജീവിതത്തിൽ എന്താണ് നീ പ്ലാൻ ചെയ്തതിനപ്പുറം നടക്കുക എന്ന് നിനക്കറിയുകയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നീ നാളെ ഒരു യാത്രയ്ക്ക് തീരുമാനിച്ചു, നീ നാളെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ വെച്ചാണ് നിന്റെ ടൈം അള്ളാഹു വെച്ചിട്ടുള്ളത് എന്ന് നിനക്കറിയില്ല. ആ ഒരു ഓർമ്മ വേണം എന്ന തെര്യപ്പെടുത്തലാണ് ആ ആയത്തിലുള്ളത്. ഒരു കവി മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നൈമിഷികമായ ആ സമയങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാടുന്ന രണ്ടു വരിയുണ്ട്. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ദഖാത്തു ഖൽബിൽ മർഇ, ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖായിലത്തുൽ ലഹു, അവനോട് പറയുകയാണ്, ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. തീർച്ചയായും മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നീണ്ടുപോകുന്നതല്ല, ദീർഘമായ ഒരു കാലയളവല്ല. ദഖായിഖും വസവാനി, അത് മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. കവിയുടെ ഒരു നല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ അള്ളാഹുവിന് വിധേയമാക്കപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാവണം നമ്മുടെ ഓരോ നിമിഷവും ഓരോ സമയവും കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ആയത്തുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ കവി വചനങ്ങളിലുമൊക്കെയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട്, നബിയെ, ആളുകൾക്ക് മുമ്പിൽ നീ ഉറക്കെ പറയുക. എന്താ പറയേണ്ടത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ, നബിയെ, അങ്ങ് പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും, വനുസുക്കി, എന്റെ ബലികർമ്മങ്ങളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണം പോലും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനു വേണ്ടിയാകുന്നു. അതുകൊണ്ട് ലാ ശരീക ലഹ്, അവന് മാത്രം വിധേയമായിട്ടാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. വബിദാലിക ഉമിർത്, അതാണ് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനാകുന്നു ഞാൻ എന്ന് പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്.
നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത്, നമ്മളെന്നും രാത്രി കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വിച്ചിട്ടാൽ എന്നതുപോലെ ആവരുത് നമ്മുടെ ഓരോ കിടപ്പും ഓരോ ഉണരലും. മറിച്ച് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് കൃത്യമായ ഒരു തീരുമാനത്തോടെയും ബോധപൂർവമായ ഒരുക്കത്തോടുകൂടിയുമാകണം എന്നതാണ്. ഒരുക്കമില്ലാതെ ഒന്നും ഭംഗിയാകില്ല എന്ന് നമുക്കറിയാം. വീട്ടിൽ മകന്റെ ഒരു കല്യാണം നടക്കുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ആ കല്യാണം ഭംഗിയാക്കാൻ നമ്മൾ ഒരുങ്ങുന്നത്. ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസിക്കുമ്പോൾ 1-2 വർഷമെടുത്ത് എത്രയോ അധ്വാനത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ കയറുന്നത്. അങ്ങനെ ഏത് കാര്യമെടുത്തു നോക്കിയാലും എന്തെടുത്തു നോക്കിയാലും ഒരുക്കമില്ലാതെ ഒന്നും ഭംഗിയാവില്ല, ഒരുക്കമില്ലാതെ ഒന്നും വിജയിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൾ കുറച്ച് അല്ലേ. വൈകി ഉറങ്ങുക, വൈകി എഴുന്നേൽക്കുക എന്നതാണ് സത്യത്തിൽ പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സുന്നത്ത്. പ്രവാസികളായ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അന്നൗമുൽ മുബക്കിർ വൽ ഇസ്തിഖാലുൽ മുബക്കിർ. വൈകി ഉറങ്ങുക എന്നതല്ല, ഒരുപക്ഷെ നമ്മുടെ ആ ജോലിയുടെ അനിവാര്യത കൊണ്ട് ചിലപ്പോൾ നമ്മൾ വൈകിപ്പോകും. നബി പഠിപ്പിച്ചു, സഹോദരങ്ങളെ, നിങ്ങൾ നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. വൈകി ഉറങ്ങുക എന്നത് പ്രവാചക സുന്നത്തിനെതിരാണ്. ഒരാളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറയാൻ, ദുഖിറ ഇൻദ നബി റജുലുൻ നാമ ഹത്താ അസ്ബഹ ഫഖാല ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നൈ. ഒരു മനുഷ്യൻ അവൻ വൈകിയാണ് എഴുന്നേൽക്കുന്നത് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യന്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അവൻ വൈകി എഴുന്നേൽക്കുന്നത്. തഹജ്ജുദോ സുബഹിയോ നമസ്കരിക്കാതെ ഉറങ്ങുന്ന ഒരാളെ പറ്റിയാണ് അവിടെ റസൂലുള്ളയോട് പറഞ്ഞത്. അപ്പൊ നബി പറഞ്ഞ മറുപടിയായിരുന്നു അത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തഹജ്ജുദ് കൊണ്ടാവണം, തഹജ്ജുദ് നമസ്കാരം കൊണ്ടാവണം. അത് വലിയൊരു തൗഫീഖാണ്, അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവ ഗുണം പറഞ്ഞപ്പോ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരാമർശിച്ചു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവിന് വേണ്ടി ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ അവരാകുന്നു അല്ലാഹുവിന് പ്രിയപ്പെട്ടവർ എന്ന്. വേറൊരായത്ത് സൂറത്ത് ദാരിയാത്തിലെ 18-ാം വചനം, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സഹറിന്റെ അത്താഴ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. രണ്ടും ഒരു സമയമാണ്. നമ്മള് നോമ്പെടുക്കുമ്പോ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ 3/4 മണിക്കൂർ മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയമാണ്. അപ്പൊ ആ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്നവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ദിവസം തുടങ്ങേണ്ടത് സുബഹി കൊണ്ടല്ല, തഹജ്ജുദ് കൊണ്ടാണെന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമ, ഉദാത്തമായ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന അറിയപ്പെട്ട ഒരു സഹാബി വര്യൻ. ആ സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മുന്നിൽ കിട്ടിയപ്പോൾ പറയാൻ, നിഅമർ റജുലു അബ്ദുല്ലാ ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുള്ള എത്രയോ നല്ലൊരു മനുഷ്യനാണ്, രാത്രി നമസ്കാരം കൂടി ആരംഭിച്ചിരുന്നെങ്കിൽ, തഹജ്ജുദ് കൂടി ആരംഭിച്ചിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞപ്പോ പിന്നീട് ഇബ്നു ഉമറിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അദ്ദേഹത്തിന്റെ മകൻ സാലിം റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഫകാന അബ്ദുല്ലാഹി ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്, പിന്നെ എന്റെ ഉപ്പ രാത്രിയിൽ അല്പസമയമല്ലാതെ ഉറങ്ങാറില്ലായിരുന്നു. എന്റെ ഉപ്പയുടെ ഉറക്കം കുറഞ്ഞു, രാത്രി നമസ്കാരത്തിന്റെ സമയം വർദ്ധിച്ചു. റസൂലുള്ള ഒരു ഉപദേശം കൊടുത്തപ്പോ ജീവിതത്തിൽ അത് മാറി, വലിയ മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ്. അത്തരം മാറ്റങ്ങൾ തീർച്ചയായും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം.
തഹജ്ജുദ് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് തുടങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന റജുല ലയുസല്ലി ബില്ലൈലി ഫയജഅലുല്ലാഹു ഫീ വജ്ഹിഹി നൂറ. ഒരു മനുഷ്യൻ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അവന്റെ മുഖത്ത് അല്ലാഹു പ്രത്യേകമായ ഒരു നൂറ് കൊടുക്കും, പ്രകാശം കൊടുക്കും. യുഹിബ്ബുഹു അലൈഹി കുല്ലു മുസ്ലിമിൻ. എല്ലാ മുസ്ലിമും അവൻ തഹജ്ജുദ് നമസ്കരിക്കുന്നത് കൊണ്ട് അവനെ ഇഷ്ടപ്പെടും. ഫയറാഹു മല്ലം യറഹു ഖത്തു. ആ മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അവനെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ പോലും. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന, ഇന്നി ലഉഹിബ്ബു ഹാദ റജുൽ, എനിക്ക് ഈ മനുഷ്യൻ എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. അത് തഹജ്ജുദ് കൊണ്ട് അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണ് എന്ന് റസൂലുള്ളാഹി പിന്നെ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാൻ. അപ്പൊ ഇങ്ങനെയുള്ള അറിഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ദിവസങ്ങളാവണം, സമയങ്ങളാവണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അപ്പോഴാണ് അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്കെല്ലാം ഉണ്ടാവുക. റബ്ബത്തരക്കാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ ദിവസവും ആരംഭിക്കുന്നത് ബോധപൂർവമാകണമെന്നും ശ്രദ്ധാപൂർവമാകണമെന്നും നമ്മൾ സൂചിപ്പിച്ചു. തഹജ്ജുദ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട, അനിവാര്യമായും ഉണ്ടാകേണ്ട വലിയൊരു ഗുണമാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണ് അവസാനം നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും മദീന പള്ളിയും നബിയുടെ ഹുജറാത്തും അടുത്തെടുത്താണ്. ഒരു ചുമര് മാത്രമാണ് അതിന് മറയായിട്ടുള്ളത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ഖിറാഅത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അസൗതു അബ്ബാദൻ ഹാദാ, ആയിഷ അത് അബ്ബാദിന്റെ ശബ്ദമാണോ കേൾക്കുന്നത്? ഖുൽതു നഅം, അതേ അബ്ബാദ് ഓതുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റഹം അബ്ബാദ, അല്ലാഹുവേ അബ്ബാദിന് നീ കാരുണ്യം ചൊരിയണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ലഭിക്കാൻ പോലും അദ്ദേഹത്തിന്റെ ആ നമസ്കാരം പര്യാപ്തമായി എന്നുള്ളതാണ്. പ്രവാചകന്റെ പ്രത്യേകമായ ഒരു പ്രാർത്ഥന ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ആ ഒരു കർമ്മം കൊണ്ട് ആ ഒരു മഹത്തായ പ്രാർത്ഥന ലഭിക്കുകയാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഒരു ഭർത്താവിനെ പറ്റി, ഒരു ഭാര്യയെ പറ്റി എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഒരു ഭർത്താവ് രാത്രി അയാൾ എഴുന്നേൽക്കുന്നു, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരുങ്ങാണ്. അപ്പൊ ഭാര്യ ഉറക്കമാണ്. ഉടനെ എന്ത് ചെയ്തു? ഭാര്യയെ വിളിച്ചു. അപ്പൊ ഭാര്യ എഴുന്നേറ്റില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഭാര്യയുടെ മുഖത്ത് തളിച്ചു. എന്നിട്ട് അവളെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു. നേരെ തിരിച്ചു നബി പറയുന്നുണ്ട്, ഒരു പെണ്ണ്, ഒരു വീട്ടിലെ പെണ്ണ്, ഭാര്യ, അവൾ ആദ്യം നിസ്കരിക്കാൻ എഴുന്നേറ്റു. ഭർത്താവ് ഉറക്കാണ്. അദ്ദേഹം അവൾ എഴുന്നേറ്റിട്ട് ഭർത്താവിനെ തട്ടി വിളിച്ചു. അപ്പൊ അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. ഉടനെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ച്, എന്നിട്ട് ഭർത്താവിനെ വെള്ളം തളിച്ച് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെയും ആ നമസ്കാരത്തിൽ പങ്കാളിയാക്കി. ഇങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാർ, അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തുണ്ടാവട്ടെ, കാരുണ്യം വർഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അവള് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അവൻ അതങ്ങനെയല്ല. ഒരു കുടുംബത്തെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഖുർആനിലെ ശ്രദ്ധേയമായ ആയത്താണിത്. നിങ്ങൾ നിങ്ങളുടെ തടിയെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കണം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്.
അപ്പൊ നാം മാത്രമല്ല, നമ്മുടെ കുടുംബവും സ്വർഗത്തിലേക്ക് അടുക്കുന്ന കുടുംബമായി മാറണം. നമ്മുടെ ഓരോ ദിവസവും ശ്രദ്ധയോടെയാവണം, ബോധപൂർവമാകണം. തഹജ്ജുദ് കൊണ്ട് ആരംഭിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ ഖൈറുകളും ബർക്കത്തുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഹദിയകൾ, സമ്മാനങ്ങളാണ് സുന്നത്തുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഐസ്തിക കർമ്മങ്ങളുമായി അല്ലാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുകയും മരണപ്പെട്ടുപോയ സജ്ജനങ്ങളും വിശ്വാസികളുമായവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. സ്വർഗ്ഗത്തിൽ നാളെ നമുക്കും അവർക്കും ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب